നമസ്കാരം, ഇൻഫോഡിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയ എന്നുള്ള വാക്ക് ചില ആളുകൾക്കും മലയാളികളിലെ പലർക്കും മനസ്സിലാവാത്ത വ്യക്തിയായിരുന്നു. ഇന്ന് മലയാളികൾക്കാർക്കും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. മലയാളികൾ ഇന്നും പ്രാർത്ഥനയിലാണ് നിമിഷപ്രിയയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ടും വധശിക്ഷയുമായി ബന്ധപ്പെട്ടും. എന്നാൽ കുറച്ച് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രോസിക്യൂഷന് വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ളത് അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ നമ്മുടെ മതപണ്ഡിതനായ AP അബൂബക്കർ മുസ്ലിയാർ എല്ലാവരും ഉൾപ്പെട്ട ഇടപെടലിൻ്റെ പ്രധാനമായിട്ട് അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടലോടെയാണ് നമുക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിക്കിട്ടാനുള്ളൊരു സാധ്യത പുറത്തു വന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഇടപെടൽ ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഭയങ്കരമായിട്ട് ആശ്വാസത്തിലായ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ ആ ഒരു പ്രതീക്ഷകളൊക്കെ കെട്ടിട്ടുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ താൽക്കാലികമായിട്ടാണ് വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളത്. എന്നാൽ നിമിഷപ്രിയക്ക് മാപ്പ് നൽകില്ല എന്ന നിലപാടിൽ നിന്ന് മാറാതെ കൊല്ലപ്പെട്ട ദലാലിൻ്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മുൻ ബിസിനസ് പങ്കാളി കൂടിയായ ദലാല് അബ്ദുൽ മഹദിയുടെ കുടുംബം അവരുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തഹ് മഹദി കുടുംബത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അഭിമുഖത്തിൽ എത്തിയിരിക്കുന്നു. ചൂഷണം, ശാരീരിക പീഡനം, പാസ്പോർട്ട് കണ്ടുകെട്ടൽ എന്നിവയെക്കുറിച്ചുള്ള നിമിഷപ്രിയയുടെ അവകാശവാദങ്ങൾ അദ്ദേഹം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. അനുരഞ്ജനത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നിമിഷ ഒരിക്കലും കോടതിയിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നും അവരുടെ ചൂഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വെറും കിംവദന്തികൾ മാത്രമാണ് എന്നാണ് അബ്ദുൽ ഫത്തഹ് അഥവാ ദലാലിൻ്റെ സഹോദരൻ്റെ വാക്കുകൾ. അനുരഞ്ജന ശ്രമങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. കിസോസിൽ ദൈവത്തിൻ്റെ വിനിയമം അഥവാ പ്രതികാരം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു. മറ്റൊന്നുമല്ല, ക്രൂരമായ കുറ്റകൃത്യം മാത്രമല്ല, ഭയാനകവും എന്നാൽ വ്യക്തമായ ഒരു കുറ്റകൃത്യക്കേസിൽ വർഷങ്ങളിൽ നിന്ന നിയമവ്യവഹാരങ്ങൾ കുടുംബത്തെ ഏറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സത്യങ്ങൾ വെളിച്ചെടുക്കാനുള്ള ശ്രമങ്ങളെയും അബ്ദുൽ ഫത്തഹ് മഹദി വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് കുറ്റകൃത്യം ന്യായീകരിക്കാനും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനും കുറ്റവാളികളെ ഇരയായി ചിത്രീകരിക്കാനുമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഇത് ഏത് തർക്കവും അതിൻ്റെ കാരണങ്ങൾ എന്താണായാലും എത്ര വലുതായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ശരീരം ഛേദിക്കുക, വികൃതമാക്കുക, മറയ്ക്കുക എന്നിവയെക്കുറിച്ച് പറയാൻ പോലുമില്ല എന്നും വധശിക്ഷ വൈകിപ്പിച്ചാലും അതിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കില്ല എന്നാണ് അബ്ദുൽ ഫത്തഹ് മഹദി പറയുന്നത്.